അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ കളങ്കാവൽ സിനിമന്റെ ടീസർ ഇന്നലെ രാവിലെയാണ് ഉച്ചക്ക് റിലീസായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ നമുക്ക് ഈ സാധനം റിയാക്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഇന്നലെ കുറച്ച് ബിസി ആയിരുന്നു. പിന്നെ നമ്മൾ ലോക മൂവിക്ക് പോയിരുന്നു, ഹൃദയപൂർവ്വം, പിന്നെ ഓടും കുതിര ചാടും കുതിര. അതിന്റെ തിയേറ്റർ റെസ്പോൺസ് കണ്ടപ്പോൾ തന്നെ കാണാനുള്ള പൂതിയൊക്കെ ഏകദേശം പോയിട്ടുണ്ട്. അപ്പോൾ അത് കാണുമെന്ന് അറിയില്ല. അപ്പോൾ ഹൃദയപൂർവ്വം ഏതായാലും നമ്മൾ ഈ വീക്ക് തന്നെ പോയി കാണും. അപ്പോൾ ലോക ഏതായാലും കണ്ടു, അതിന്റെ റിവ്യൂ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ടീസറിലേക്ക് കിടക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. വിനായകൻ സിഗരറ്റ് മുഴുവൻ എന്താ പറയാ, ഇജാതി ഒരു ടീസർ. അതായത് ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, ടീസറിനെ കുറിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ പറയാനുള്ളത്, ഇത് ലാസ്റ്റ് ഒരു 10 സെക്കൻഡിലാണ് പുള്ളിക്കാരൻ ഒരു ഡയലോഗ് പോലില്ലാണ്ട് നമ്മളെ ഈ തരത്തിൽ അതിശയിപ്പിച്ചുകൊണ്ട് പോകണം. കാരണം നിങ്ങൾ അതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, അദ്ദേഹം ആ കൂളിംഗ് ഗ്ലാസ് വെച്ച നേരം വളരെ അദ്ദേഹത്തിന്റെ ആ ഒരു ട്രൂ ഷെയ്ഡ്സ് ഒന്ന് പുറത്ത് കാണിക്കാണ്ട് വളരെ മാന്യനായിട്ടുള്ള ഒരു മനുഷ്യൻ. അതായത് പുറത്തുനിന്ന് നോക്കുന്ന പലവർക്കും എനിക്ക് തോന്നുന്ന ഒരു സ്കൂൾ മാഷായിട്ട് അങ്ങനെ എന്തോ ആണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നതാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അപ്പം വളരെ മാന്യനായിട്ട് വളരെ ഡീസൻ്റ് ആയിട്ട് വസ്ത്രം ധരിക്കുന്ന ഒരു മനുഷ്യൻ. പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു സ്ത്രീയാണ് അദ്ദേഹത്തിന്റെ മുന്നിൽ കൂടി ഇങ്ങനെ നടന്നു പോകുന്നത്. അപ്പോൾ ആ സ്ത്രീയെ നോക്കുന്നതാണ് ആ ക്യാമറ ഇങ്ങനെ വൈഡിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്ന ആ ഷോട്ട്. അപ്പോൾ ഈ സ്ത്രീ നടന്നു വരുമ്പോൾ ഇദ്ദേഹം ഈ ഗ്ലാസ് മെല്ലെ താത്തിയാണ്ട് ഇദ്ദേഹത്തിന്റെ, അതായത് ഒരു മാന്യനിൽ നിന്ന് ഒരു കോൾഡ് ബ്ലഡഡ് ക്രിമിനലിലേക്ക് ഇങ്ങനെ ഒരു ഡയലോഗ് പോലെ കണ്ണുകൾ കൊണ്ടും അദ്ദേഹത്തിന്റെ വായയുടെ ആ സിഗരറ്റിന്റെ ഒക്കെ മൂവ്മെന്റ്സ് കൊണ്ടും ഫേഷ്യൽ എക്സ്പ്രഷൻസ് കൊണ്ടും നമുക്ക് മനസ്സിലാവാണ്. അതായത് ഇദ്ദേഹത്തിന് വേറൊരു ഫേസ് ഉണ്ട് എന്ന കാര്യം നമുക്ക് മനസ്സിലാവാണ്. അപ്പൊ അതാണ് എനിക്ക് ഈ ആക്ടർ മമ്മൂക്കനെ പറ്റി ഏറ്റവും എനിക്ക് എന്നെ അട്രാക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ. അതായത് പുള്ളിക്കാരൻ എപ്പോൾ എന്ത് സാധനം ഇടുന്ന നമുക്ക് പറയാൻ പറ്റില്ല. ആക്ച്വലി ദ റേഞ്ച് ഇസ് വെരി ഹൈ. അപ്പം എക്സൈറ്റഡ് ഫോർ ദ ഫിലിം. ആൻഡ് ഇത് എനിക്ക് അറിയില്ല എപ്പോഴാണ് റിലീസ് ആവുന്നത്. പ്രോബബ്ലി ഈ വർഷം ഓഗസ്റ്റ് കഴിഞ്ഞില്ല, അപ്പോൾ ഈ വർഷം ലേറ്റ് എപ്പോഴെങ്കിലും ആയിരിക്കും. പ്രോബ്ലി ഒക്ടോബർ നവംബർ ആ ടൈമിലൊക്കെ ആയിരിക്കും. ഇനി ദിവാലിക്കറ്റാണോ റിലീസ് എന്ന് അറിയില്ല. അപ്പോൾ റിയലി എക്സൈറ്റഡ് ആൻഡ് സീ ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ.